ബിഗ് ബോസിന്റെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എല്ലാവർക്കും ചെല്ലപ്പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക, ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അവർക്കൊരു ചെല്ലപ്പേര് നിർദ്ദേശിക്കുക എന്നതായിരുന്നു. അങ്ങനെ നമ്മുടെ അക്ബർ ഖാൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളെ തിരഞ്ഞെടുത്തത് രേണുസുതിയാണ്. അങ്ങനെ രേണുസുതിക്ക് ഒരു പേര് കൊടുത്തു, സെപ്റ്റിക് ടാങ്ക്. അനീഷിനാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ആളെന്ന പേരിൽ 8 വോട്ടാണ് കിട്ടിയേക്കണേ. മനസ്സിൽ തോന്നിയ പേരൊക്കെ അവർ ഓരോരുത്തർക്ക് പേരായിട്ടിട്ടു. അങ്ങനെ ആ രേണുസുതിക്ക് കിട്ടിയത് സെപ്റ്റിക് ടാങ്ക് എന്ന പേരാണ്. പിന്നെ അത് രേണുസുതിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ക്യാമറയുടെ, അതായത് ബെഡ്റൂമിൽ വന്നിരുന്ന് ക്യാമറയിൽ നോക്കി പറയാണ്, എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ മനസ്സിലാവും, എന്നെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേരുണ്ട്, അതുകൊണ്ട് അവരെന്നെ ഇഷ്ടപ്പെട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പരിഭവമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ എന്നാണ് ഓർക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ ഈ രേണുവിനെ ചൊറിയാൻ വേണ്ടിയിട്ടാണോ ആ പേരിട്ട് കൊടുത്തതെന്നൊരു സംശയം തോന്നി. കാരണം അങ്ങനെ ഒരു പേര് കിട്ടുമ്പോൾ ആർക്കാണല്ലോ അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ, സെപ്റ്റിക് ടാങ്ക് എന്നുള്ള പേരൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ഉറപ്പായിട്ടും രേണുസുതി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നോ അല്ലെങ്കിൽ ചോദിക്കാൻ ചെല്ലുന്നോ കരുതിയിട്ടാകാം ഒരു പക്ഷേ അക്ബർ ഖാൻ ആ പേരിട്ടത്. പക്ഷേ രേണു ഒരു അക്ഷരവും പോലും മിണ്ടിയില്ല. വന്ന് അവിടെ ഇരുന്ന് സ്വയം സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ, പ്രേക്ഷകർ കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ രേണു അതിന് ശക്തമായി എതിർക്കുകയും അതിന് സംസാരിക്കുകയും ചെയ്യണമായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നതെന്ന്. അതൊരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മളുടെ പോയിന്റുകൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ പുറത്ത് രേണുവിന് ഒരുപാട് സപ്പോർട്ടുകൾ, കാര്യങ്ങൾ, PR വർക്കുകൾ, ജിൻഡോ കാക്കയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, എങ്ങനെയൊന്ന് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പുറത്തിരുന്ന വലിയ ഗീർവാണം അടിച്ച് അങ്ങോട്ട് പോയതുപോലെയല്ല കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ആ ബിഗ് ബോസിനുള്ളിൽ കയറി ഇരുന്ന് വെറുതെ കട്ടിലേക്ക് കയറി കിടക്കുകയും വെറുതെ അവിടെ കൂടി ഇവിടെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ ആ പുറകെ പോവുക, കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ ആ പുറകെ ഇങ്ങോട്ട് വരിക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് നല്ലപോലെ ഗെയിം കളിക്കുക. ഇതൊരു മത്സരബുദ്ധിയോടെ രേണു എടുക്കേണ്ട കാര്യമുണ്ട്. എന്താണേലും സെപ്റ്റിക് ടാങ്ക് എന്നുള്ള പേരാണ് രേണുവിന് കിട്ടിയിരിക്കുന്നത്. മറ്റു വിശേഷങ്ങളുമായി ഉടനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.